നമസ്കാരം. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ യുവനിരയുടെ പ്രതീക്ഷ, പുതിയ തലമുറയുടെ മുഖം, ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ആളെ മനസ്സിലായിക്കാളും. ഈ വിശേഷണത്തോടെ കേരള രാഷ്ട്രീയത്തിൽ ചരിത്രം എഴുതിയെന്ന് ഇടതുപക്ഷം അവകാശപ്പെട്ട ഒരു നേതാവുണ്ട്. പക്ഷേ രാഷ്ട്രീയം ഒരിക്കലും ആരുടെയും സ്ഥിരവിലാസമല്ല. ഉയർത്തിക്കൊണ്ടുവന്ന അതേ രാഷ്ട്രീയം ഒരു ദിവസം നിങ്ങളെ നിശബ്ദമായി പിന്നിലിരുത്തുകയും ചെയ്യും. ഇന്ന് തിരുവനന്തപുരം രാഷ്ട്രീയത്തിൽ ഉയർന്ന ഏറ്റവും വലിയ ചോദ്യവും അതുതന്നെയാണ്. ആര്യ രാജേന്ദ്രന്റെ രാഷ്ട്രീയ വളർച്ച അത് അവസാനിച്ചു. ഒരിക്കൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തങ്ങളുടെ ഏറ്റവും യുവനിര താരങ്ങളിൽ ഒന്നായി അവതരിപ്പിച്ച നേതാവായിരുന്നു ആര്യ രാജേന്ദ്രൻ എന്ന തിരുവനന്തപുരം കോർപ്പറേഷന്റെ സ്വന്തം മേയർ ഊട്ടി. ആര്യ രാജേന്ദ്രനെ ഭരിച്ചു പഠിക്കാൻ ഇടതുപക്ഷം തലസ്ഥാനത്തെ കോർപ്പറേഷൻ തന്നെ വിട്ടുകൊടുത്തതാണ് അവരുടെ പരാജയത്തിന്റെ ആദ്യ മൂലക്കല്ലായി മാറിയത്. പ്രായം കൊണ്ടല്ല, എൻ്റെ ഭരണ പാടവം കൊണ്ട് എന്നെ നിങ്ങൾ വിലയിരുത്തിയാൽ മതി എന്ന മാസ് ഡയലോഗും കൊണ്ട് വന്നിട്ട് ആര്യ അവസാനം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങൾ കണ്ടം വഴി ഓടിച്ചു എന്ന് മാത്രമല്ല, കാലാകാലങ്ങളായി UDFും LDFും മാറി മാറി ഭരിച്ചിരുന്ന നഗരസഭ പൂർണ്ണമായും പിടിച്ചെടുത്ത് BJPക്ക് സമ്മാനിക്കുകയും ചെയ്തു. കാര്യങ്ങൾ ശുഭം. ഭരണം കയ്യിൽ നിന്ന് പോയി എന്നതിനേക്കാൾ LDFിന് ആക്ഷേപമായത് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ ആദ്യമായി കിട്ടിയ കോർപ്പറേഷൻ തിരുവനന്തപുരമായിരുന്നു എന്നുള്ളതാണ്. എന്നാലിപ്പോൾ അതേ ആര്യയെ പണ്ടാരോ പറഞ്ഞതുപോലെ ഊട്ടിയ കൈകൊണ്ട് ഉദകക്രിയ ചെയ്യുകയാണ് ഇടതുപക്ഷം. പൂർണ്ണമായും ആര്യയെ തഴഞ്ഞു എന്ന് മാത്രമല്ല, തള്ളിക്കളയുകയാണ് പാർട്ടി. മേയർ പദവിയിലെത്തിയപ്പോൾ അത് CPMന്റെ പുതിയ തലമുറയുടെ വിജയകഥയായാണ് അവതരിപ്പിക്കപ്പെട്ടത്. എന്നാൽ ഭരണം മുന്നോട്ട് പോയപ്പോൾ വിവാദങ്ങളും വിമർശനങ്ങളും ഒന്നിന് പിന്നാലെ ഒന്നായി ഉയർന്നു. കോർപ്പറേഷനിലെ താൽക്കാലിക നിയമന കത്ത് വിവാദം, KSRTC ഡ്രൈവറുമായി ഉണ്ടായ തർക്കം, കോർപ്പറേഷൻ ഭരണത്തെക്കുറിച്ചുള്ള പ്രതിപക്ഷ വിമർശനങ്ങൾ, ഇവയെല്ലാം രാഷ്ട്രീയമായി വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു എന്ന് മാത്രമല്ല, ഇവയ്ക്കൊന്നും കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ആര്യയ്ക്ക് കഴിഞ്ഞതുമില്ല. ആരോപണങ്ങൾ പാർട്ടി നിഷേധിച്ചുവെങ്കിലും വിവാദങ്ങൾ പൊതുചർച്ചകളിൽ നിന്ന് ഇപ്പോൾ പോലും അപ്രത്യക്ഷമായിട്ടില്ല. ഇപ്പോൾ തിരുവനന്തപുരം അല്ലെങ്കിൽ DYFI തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായി VS ശ്യാമയെ തിരഞ്ഞെടുത്തതോടെ പുതിയ ചർച്ചകൾക്ക് തുടക്കമായിരിക്കുകയാണ്. ഒരു കാലത്ത് യുവമുഖമായി ഉയർത്തിക്കാട്ടപ്പെട്ട ആര്യയ്ക്ക് പകരം പുതിയ നേതൃത്വത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയാണോ പാർട്ടി? ഇത് തലമുറ മാറ്റത്തിന്റെ ഭാഗമാണോ, അതോ സമീപകാല രാഷ്ട്രീയ അനുഭവങ്ങളിൽ നിന്നുള്ള പാഠമോ? ഔദ്യോഗികമായി പാർട്ടി ഇക്കാര്യത്തിൽ അങ്ങനെ വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും രാഷ്ട്രീയ നിരീക്ഷകരുടെ ചർച്ചകൾ ഇപ്പോൾ ആ ചോദ്യങ്ങൾക്ക് ചുറ്റുമാണ്. രാഷ്ട്രീയം പലപ്പോഴും പ്രസംഗങ്ങളെക്കാൾ ശക്തമായി സംസാരിക്കുന്നത് തീരുമാനങ്ങളിലൂടെയാണ്. ആ തീരുമാനങ്ങളുടെ അർത്ഥം വായിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ തിരുവനന്തപുരം രാഷ്ട്രീയത്തിൽ നടക്കുന്നത്. ആര്യയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരം. ജില്ലയിൽ DYFIയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ് ഇപ്പോൾ അധികാരമേറ്റിരിക്കുന്ന ശ്യാമ. മുൻ മേയർ ആര്യ രാജേന്ദ്രനെ DYFI ജില്ലാ പ്രസിഡന്റാക്കാൻ ചരടുവലി നടന്നുവെങ്കിലും ഒടുവിൽ ശ്യാമയിലേക്ക് എത്തുകയായിരുന്നു കാര്യങ്ങൾ. CPMലെയും DYFIലെയും ഒരു വിഭാഗം സംസ്ഥാന നേതാക്കളാണ് ആര്യ രാജേന്ദ്രനായി വാദിച്ചത്. ജില്ലാ സെക്രട്ടറിയായി LS ലിജുവിനെയും ട്രഷററായി SS നിതിനെയും ജില്ലാ സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു. ഇരുവരും സംസ്ഥാന സമിതി അംഗങ്ങളാണ്. നിലവിലെ സെക്രട്ടറിയായ JS ഷിജു ഖാനും പ്രസിഡന്റ് V അനൂപും സ്ഥാനമൊഴിയാനുള്ള താൽപര്യം അറിയിച്ചതിന് പിന്നാലെയാണ് പകരക്കാരെ കണ്ടെത്തിയത്. ജില്ലാ സമ്മേളനത്തിൽ സ്ഥാനത്തിനായി നേതാക്കൾക്കിടയിൽ വടംവലിയും നടന്നു. VA വിനീഷ്, അനൂപ് വേണുഗോപാൽ എന്നിവരെ പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് V ജോയി വിഭാഗം ഉയർത്തിക്കാട്ടി. AM അൻസാരി, രാഹിൽ R നാഥ് എന്നിവരെ പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് കടകംപള്ളി വിഭാഗം നിർദ്ദേശിച്ചു. അങ്ങനെ ഒരു ചെറിയ തർക്കവും അവിടെ ഉണ്ടായി. ആര്യ രാജേന്ദ്രന്റെ പേരും കൂടി സമ്മേളനത്തിൽ ഉയർന്നതോടെ സമവായത്തിന്റെ ഭാഗമായി VS ശ്യാമയെ ജില്ലാ പ്രസിഡന്റും LS ലിജുവിനെ ജില്ലാ സെക്രട്ടറിയുമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് പുറത്തുവന്ന വാർത്തകൾ. ആര്യ രാജേന്ദ്രനെ പാർട്ടി തഴഞ്ഞുവെന്ന് ഔദ്യോഗികമായി CPM എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരു കാലത്ത് സംസ്ഥാനതല യുവമുഖമായി ആഘോഷിക്കപ്പെട്ട നേതാവ് ഇന്ന് അത്ര സജീവമായ സംഘടനാ ചുമതലകളിൽ ഇല്ല, അല്ലെങ്കിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നത് രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വ്യക്തികളെക്കാൾ സംഘടനയ്ക്കാണ് മുൻഗണന എന്ന സന്ദേശം CPM വീണ്ടും ഊന്നിപ്പറയുകയാണെന്ന് ചില വിശകലനങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ പോലും ആര്യയുടെ സാന്നിധ്യം കാരണം മാത്രം തോൽവി സംഭവിച്ചു എന്നുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. മുതിർന്ന ഇടതുപക്ഷ സഹയാത്രികനും മന്ത്രിയുമായിരുന്ന V ശിവൻകുട്ടി പോലും തന്റെ പ്രചരണ വാഹനത്തിൽ ആര്യയെ കയറ്റിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നുവെന്നും ആര്യയുടെ മുഖം കണ്ടതോടുകൂടി പൊതുജനം തനിക്ക് നൽകാനുള്ള വോട്ട് നൽകേണ്ട എന്ന തീരുമാനത്തിലെത്തിയെന്നുമുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ കുറച്ചുകാലം കേരള രാഷ്ട്രീയത്തിന്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം പോലുമായി. അധികാരത്തിൽ വന്നിരുന്നുകൊണ്ട് കമ്മി നേതാക്കന്മാരെ കണ്ട് കാണിച്ചുകൂട്ടിയ അഹങ്കാരത്തിനും കൊള്ളരുതായ്മയ്ക്കും പൊതുജനം തിരിച്ചടി കൊടുത്തപ്പോൾ അത് ആര്യയിലൂടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മുഴുവനായി തീർന്നു എന്നുള്ളതാണ് വാസ്തവം. രാഷ്ട്രീയത്തിൽ നിന്ന് പോലും മാറ്റി നിർത്തപ്പെടുന്ന തരത്തിലേക്ക് ഒരു രാഷ്ട്രീയ നേതാവിനെ പൊതുജനം വെറുത്താൽ വ്യക്തിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ അവിടെ അവസാനിച്ചു എന്നുള്ളതാണ് വായിക്കേണ്ടത്. യുവതലമുറ രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലേക്ക് വരുന്നത് എല്ലാ തരത്തിലും അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ
അപക്വമായ പെരുമാറ്റവും അഹങ്കാരവും തന്നിഷ്ടവുമാണ് പൊതുജനങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നതെങ്കിൽ, പൊതുജനങ്ങളാണ് തന്നെ വിജയിപ്പിച്ചതെന്ന് മറന്നുകൊണ്ടുള്ള പെരുമാറ്റമുണ്ടായാൽ കയറ്റിയിരുത്തിയ അതേ വേഗത്തിൽ തന്നെ താഴെ ഇറക്കാനും പൊതുജനത്തിന് അധിക സമയം വേണ്ട എന്ന് മറക്കാൻ പാടില്ല എന്നുള്ളതിന് ഏറ്റവും ശക്തമായ ഉദാഹരണമായി ആര്യ മാറുകയാണ്. രാഷ്ട്രീയത്തിൽ ഒരു തോൽവി ഒരാളുടെ അവസാനമാകണമെന്നില്ല, അതുപോലെ ഒരു വിജയം ശാശ്വതവുമല്ല. ആര്യ രാജേന്ദ്രന്റെ രാഷ്ട്രീയ യാത്രയും അതിന്റെ അടുത്ത അധ്യായവും എങ്ങനെയായിരിക്കുമെന്നത് കാലം തീരുമാനിക്കും. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ അനുഭവങ്ങൾ CPMന്റെ യുവജന നേതൃത്വ പരീക്ഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട അധ്യായങ്ങളിൽ ഒന്നായി തന്നെ തുടരും. രാഷ്ട്രീയം ഒരു നദിയാണ്. ഒഴുക്കിനൊപ്പം നീന്തുന്നവരെ അത് കരയിലെത്തിക്കും. ഒഴുക്കിനെ വായിക്കാൻ കഴിയാത്തവരെ അതേ നദി പിന്നിലേക്ക് വലിച്ചിഴയ്ക്കുകയും ചെയ്യും. ഒരു കാലത്ത് പുതിയ തലമുറയുടെ മുഖമെന്ന് വിശേഷിപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നെഞ്ചിലേറ്റിയ നേതാവായിരുന്നു ആര്യ രാജേന്ദ്രൻ. അധികാരത്തിന് ഏറ്റവും ഉയർന്ന വേദികളിൽ ഒന്നിലേക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അവരെത്തിച്ചത് CPMന്റെ രാഷ്ട്രീയ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായിരുന്നു. എന്നാൽ ജനാധിപത്യത്തിൽ അവസാന വിധി പറയുന്നത് ജനങ്ങളാണ്. തിരഞ്ഞെടുപ്പ് ഫലങ്ങളും ജനങ്ങളുടെ പ്രതികരണങ്ങളും ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ആത്മപരിശോധനയുടെ കണ്ണാടിയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണത്തെ ചുറ്റിപ്പറ്റി ഉയർന്ന വിവാദങ്ങളും പിന്നീടുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളും പാർട്ടിക്കുള്ളിൽ സ്വാഭാവികമായ വിലയിരുത്തലുകൾക്ക് വഴിവെച്ചു. അതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ യുവമുഖങ്ങളെ സംഘടനാ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്ന നീക്കങ്ങളും ഇപ്പോൾ ചർച്ചയാകുന്നത്. രാഷ്ട്രീയത്തിൽ ഒരാളെ ഉയർത്തുന്നത് പാർട്ടിയായിരിക്കാം, എന്നാൽ ആ ഉയർച്ച നിലനിർത്തേണ്ടത് ജനങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ വിള്ളൽ വീണാൽ ഏറ്റവും ശക്തമായ പ്രതിച്ഛായകൾ പോലും മങ്ങിപ്പോകും. അധികാരത്തിന്റെ വെളിച്ചത്തിൽ നിൽക്കുന്നവർക്ക് നിഴലും അത്രത്തോളം വലുതായിരിക്കുമെന്ന് രാഷ്ട്രീയം പലതവണ തെളിയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയം ആരെയും ശാശ്വത വിജയികളാക്കുന്നില്ല, ആരെയും ശാശ്വത പരാജിതരുമാക്കുന്നില്ല. ഇന്നലെ കൈയടിച്ച ജനക്കൂട്ടം നാളെ ചോദ്യം ചെയ്യുകയും ചെയ്യും. ഇന്ന് വിമർശനങ്ങൾ നേരിടുന്ന നേതാവിന് നാളെ തിരിച്ചു വരാനും കഴിയും. പക്ഷെ ഒരു കാര്യം മാത്രം മാറ്റമില്ലാതെ തുടരും, ജനവിശ്വാസം നഷ്ടപ്പെടുന്ന നിമിഷം അധികാരത്തിന്റെ സിംഹാസനവും അസ്ഥിരമാകും. ആ പാഠം വീണ്ടും ഓർമ്മിപ്പിക്കുന്ന രാഷ്ട്രീയ അധ്യായമാണ് തിരുവനന്തപുരം കോർപ്പറേഷനെ ചുറ്റിപ്പറ്റിയ സംഭവ വികാസങ്ങളും അതിന് പിന്നാലെയുള്ള സംഘടനാ മാറ്റങ്ങളെയും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അവസാനമായി പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമാണ്. ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം നഗരസഭ ഭരിക്കേണ്ടിയിരുന്നത് അഹങ്കാരം കൊണ്ടായിരുന്നില്ല, പകരം അനുഭവങ്ങൾ കൊണ്ടായിരുന്നു.